തമ്മിൽ ഇതും പാലട ഫേഷ്യൽ. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പാലട ഫേഷ്യലാണ്. വെള്ളത്തിൽ തിളപ്പിച്ച് മുഖത്തിലേക്ക് കുറച്ച് ഗോതമ്പൊടിയും കൂടി. അതെ, കുറച്ച് ഗോതമ്പൊടി ഇട്ട് മാവാക്കി. മാമന്റെ അടുത്ത് അതെ. ഇനി അടുത്ത ഗിവ് അവേ ആണ്. ആ ടൈം പിന്നെന്തുവാ കഴിക്കാൻ പോകാം. നിറപറയുടെ പാലട അമ്മേന്റെ കൈ. ഇതിന്റെ മാമ വന്നു. ഇതാണ് നമ്മുടെ അടുത്ത ഈ ഗിവ് അവേ സ്പോൺസർ ചെയ്യുന്നത് PP ആയിരിക്കും. അതുകൊണ്ട് നമ്മള് 3 പേരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചെല്ലാം. അതെ, ഒരു ഗിവ് അവേ ചെയ്യുന്നവരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ബാൻ ചെയ്യും. ചുമ്മാ അതെ, എന്തായാലും ഗിവ് അവയുടെ വിജയം തന്നെ ആയിക്കോട്ടെ. അതെ, ഗിവ് അവേ എന്നാ പിന്നെ പോട്ടെ, വിളിക്ക് വിളിക്കാം. ഹേ ടോപ്പിക്കിന്ന് മാറിപ്പോയി. അപ്പൊ ഗൈസ് എല്ലാരും പോയി, സൗണ്ടും കാര്യങ്ങളൊക്കെ പോയി. ഇങ്ങോട്ട് വാ കുറച്ച് പാമാരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിനെ ഇട്ടുപൊട്ടിക്കാം. ഇട്ടുപൊട്ടിക്കൽ ഇട്ടുപൊട്ടിക്കാം. ഇതിനകത്ത് ഓൾറെഡി സാധനം അത് സ്കിൻ കെയർ സാധനങ്ങളാണ്. നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ നേരത്തെ യൂസ് ചെയ്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ഉണ്ട് ചിലതൊക്കെ കുടിക്കും. ഹലോ ഗൈസ്, അപ്പം പുറത്തു നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി. ഞാൻ പുറത്തിരിക്കുകയായിരുന്നല്ലോ. ഇതാണ് നമ്മളിനി അൺബോക്സ് ചെയ്യാം. എടുക്കൂ. സ്ക്രിപ്റ്റഡോ അല്ലേ? സ്ക്രിപ്റ്റഡ് പോലെ തോന്നും. ഇത് പറ. ഇതാണ് നമ്മുടെ ഡോട്ടാൻകിയുടെ സൺസ്ക്രീൻ 15+++++++. 5+ ഒക്കെ ഉണ്ട്. 5+. ഞാൻ നോക്കിയില്ല. പൊട്ടി 4. 15+ PA++++. 15+. അത് SPF ആണ്. 15 SPF 15+. PA+++. അതാ PA+++. ഒന്നില്ല, സംഭവം എത്രയൊക്കെ ഉണ്ട്. അത് തന്നെ PA++++. 4+. SPF 50+ PA4+. ഞാൻ നേരത്തെ ഇട്ട് നോക്കിയതാണ്. കൊല്ലും. കാരണം മുഖത്തിടാനാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ വെച്ച് തേക്കും. നമ്മൾ എങ്ങനെ ഇത് അബ്സോർവ് ആവുന്നു നമ്മൾ കാണിച്ചു തരണം. ഒരു ട്രിപ്പ് അല്ലല്ലോ കാണിക്കാം. സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണോന്ന് നമുക്ക് കാണിച്ചു തരാം. എടി എനിക്ക് മുഖത്ത് തേക്കടി. മുഖത്താണോ തേക്കുന്നത് എന്ന പേര് ആദ്യം ഇയാള് കയ്യിലല്ലായിരുന്നു. അത് മതി നിനക്ക്. അത്ര ഇവളെ ഇവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ കുറയും. ഇവിടെ ഇല്ല, നെറ്റിക്കില്ല. ഇവള് കമ്പനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എടുത്ത് കളയാം. ഇത് പറ അങ്ങോട്ട്. റിവ്യൂയുടെ പ്രോഡക്റ്റ് എടെ റിവ്യൂ ഇടാൻ ഞാനല്ല അപ്ലൈ ചെയ്യുന്നത്, ഇടുന്ന ആൾക്കാർ പറയുന്നത്. ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും പെടുന്നില്ല, കാരണം സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ഓയിലി അല്ല കേട്ടാ. ഒരു ഗ്ലോ ഉണ്ട്, ഒട്ടും ഓയിലി അല്ല. ആ ഒരു കൂളുണ്ട്. കൊള്ളാം കേട്ടാ. അതായിട്ട് മറ്റേ ഡ്യൂയി സൺസ്ക്രീൻ ആണ്. നല്ല മണമുണ്ട് കേട്ടോ. ഇത് ബ്ലൂബെറിയുടെ എന്റെ കയ്യിൽ മറ്റേ എംകഫേന്റെ ബ്ലൂബെറിയുടെ ബോഡി ലോഷൻ ഉണ്ട്. അത് തീരെ പക്ഷെ അത് എന്റെ പൊന്നെ നല്ല എന്താ മണം പറയാ. അതൊന്ന് തിന്നാൻ തോന്നും. പക്ഷെ ചോറിന്റെ കൂടെ ബോഡി അത് കണ്ടിട്ടാണ് ഞാൻ ഇതും ബ്ലൂബെറി ആക്കിയത്. പക്ഷെ ഇതിനത്രയും എനിക്കൊരു മണം തോന്നില്ല. പക്ഷെ അതുണ്ടല്ലോ അടിപൊളി ഒരു മണം. അതിന്
ഇപ്പൊ ഞാൻ എന്താ എഫക്ട് പോരായോ? രാവിലെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടേ മേല് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാലും നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മണം ഇങ്ങനെ അത്ര ഫ്രഷ് ആയിട്ട് തിരിക്കും. അടുത്ത എടുക്ക്. അടുത്തെന്തുവാ? അടുത്തത് ഫേസ് വാഷ്. ഇതെന്തുവാടെ പാഞ്ചാലിയുടെ വസ്ത്രാശയം ഇങ്ങനെ പോണം. ഇത് കോജിക്കാസിന്റെ ഫേസ് വാഷ് ആണ്. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് പറയണ. ഇത് ഞാൻ പൊട്ടിക്കാൻ നോക്കി വെച്ചിട്ടില്ല. ഇത് നല്ല അടിപൊളി അഭിപ്രായം കാണിച്ച്. പക്ഷെ ഇത് നല്ല സൂപ്പർ ആണ് കേട്ടോ. എന്ന് വെച്ചാ നമ്മളുടെ ഫേസിലെ അഴുക്കും പൊടിയും ഒക്കെ പോകും. എന്നീ കാണിക്കുന്നേ നല്ലൊരു ബ്രൈറ്റ്നെസ്. ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു ബ്രൈറ്റ്നെസ് തോന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. എനിക്ക് നേരത്തെ ഏതിന്റെയാണെന്നറിയത്തില്ല, ഏതൊരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോഴേ ഈ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡാർക്ക് ആയ പോലെ ഒരുമാതിരി ഓയിലി ഫീൽ ആയിരുന്നു. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് നല്ല സൂപ്പറാണ്. നമുക്ക് നമ്മള് വാഷ് ചെയ്തിട്ട് വരുമ്പോഴേ ഞാൻ ഇതിന്റെ സ്കിൻ കെയർ ഇടുമ്പോൾ ഞാൻ ഇടാം. എന്റെ പിള്ളേരെ ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കും. നിന്നെ പോലും ഇടായി തന്നെ. അടുത്ത വസ്ത്രാശയം ഇത് നമ്മുടെ ലിപ്സ്റ്റിക് ഉള്ളത് കൊണ്ട് നമ്മളിത് ട്രൈ ചെയ്യുന്നു. ലിപ്സ്റ്റിക് എടേ പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് നോക്കണം. ഞാനാണെങ്കിൽ എല്ലാവരും സന്തോഷിക്കും. ഞാൻ ഇതാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് ഇത് നല്ലോണം ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇടാതെ ഇത് മാത്രം യൂസ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തില്ല. എന്നീ കാണിക്കുന്നേ ഓടിച്ച് ഇട്ടമല്ല അത്യാവശ്യം അത് മതി. അതെ. പിന്നെ വന്നിട്ടുള്ളത് ഇതാ. ഇത് മറ്റേ കോജിക് ആസിഡിന്റെ സെറം. ഇത് വന്നിട്ട് നല്ല അടിപൊളി സാധനമാണ്. ഇത് നല്ല സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ സെറൊക്കെ ഇട്ടു വയ്ക്കാം. അടിപൊളി. ഇത് യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ മസ്റ്റ് ആണ്. ഡേ ടൈമിൽ മസ്റ്റ് ആണ് സൺസ്ക്രീൻ. ഇല്ലെങ്കിൽ പനി കിട്ടാൻ തോന്നും. ഇത് നൈറ്റ് സ്കിൻ കെയറിലും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിട്ടിട്ട് മോയ്സ്ചറൈസ്. അതെ, അപ്പത്തേക്കിന് രാവിലെ എണ്ണീക്കുമ്പോഴത്തേക്കിന് അടിപൊളി റിസൾട്ട് കിട്ടും. ഈ നൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട്. പക്ഷെ ഞാൻ ഉള്ള ഒരു ടൈം ഉണ്ടല്ലോ, വീട്ടിൽ ഇരിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഇത് മേടിച്ച് കണ്ടിന്യൂസ് അങ്ങ് ഇട്ടപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്കൂളിലൊക്കെ പോകാനും തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇതങ്ങ് നിർത്തി. അതെന്തോ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. നല്ല മറുക വരുവാണ്. എനിക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്രത്യക്ഷം. എനിക്ക് ഞാൻ പണ്ട് കണ്ണാടി എടുത്തില്ലായിരുന്നു. കണ്ണാടി നമ്മള് പിന്നെ ലെൻസാക്കി. ഇത് ഞാൻ വരൂല. അമ്മ ആദ്യം വസ്ത്രാശയം ഇപ്പൊ ഇത് അതിലും എനിക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇതിന്റെ റിസൾട്ട്. കാരണം ഇത് ഒരുപാട് റിവ്യൂ ഉണ്ട്. ഫസ്റ്റ് യൂസ് ഒക്കെ തന്നെ ഭയങ്കര ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പർപ്പിളിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷെ അത്രയും ഇല്ലെങ്കിൽ മാത്രമല്ല മറ്റേ കുറെ പേര് വീഡിയോ ഇടുന്നുണ്ട്. ഞാനിത് കണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റിസൾട്ടിനാണ് ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ റിസൾട്ട് ലൈവായിട്ട് എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ഞാനൊരു 1-2 വീക്ക് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. കൊറേ ഇതെന്താ വീഡിയോ പിന്നെയും എടുക്കാന്ന് പറഞ്ഞോണ്ട് കൊറേ കാര്യം ഞാൻ തരും. അതെ, എനിക്ക് തോന്നുന്നുണ്ട് ഇവളുടെ ഉദ്ദേശം അതാണ്. ഇത് നമ്മുടെ മോയിസ്ചറൈസർ ആണ്. ഞാൻ നേരത്തെ വൈറ്റമിൻ സിയുടെ ആയിരുന്നു ഉപയോഗിക്കുന്നത്, ഗുഡ് വൈബ്സിന്റെ തന്നെ. പക്ഷെ ഇപ്പൊ ഞാനത് മാറ്റി. പക്ഷെ വൈറ്റമിൻ സി നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. പക്ഷെ ഇതിനും നല്ലൊരു ഞാൻ ആ വെക്കേഷൻ വന്ന ടൈമിൽ നമ്മളത് തീർത്തത്. ആ ഒരു വെക്കേഷൻ ടൈമിലല്ലേ നീ അത് മേടിച്ചത്. നല്ല ഫ്രഷ് മണമാണ് ഇത്. പക്ഷെ 100 ml മറ്റേ 50 ഉള്ളായിരുന്നു. പക്ഷെ അതുണ്ടല്ലോ അടിപൊളിയായിരുന്നു. നല്ല മണവും ഭയങ്കര ഒരു ഗ്ലോയും. വൈറ്റമിൻ സിയുടെ ആണല്ലോ റിസൾട്ട് കാണും. ഇറങ്ങടി. ഇനി ഇതെങ്ങാണ് ഇതിലേതെങ്കിലും ഒരു സാധനം
വാരി പൊത്തുന്ന കണ്ട. ഇതാ കുറ്റം പറയും, വാതോരാതെ കുറ്റം പറയും. എന്നിട്ട് ഇത് കുറ്റം പറഞ്ഞോണ്ട് ഇതിടുവായിരിക്കും. ഇതിട്ടിട്ടായിരിക്കും പറയും ഇതൊരു രസമില്ല. പിന്നെയും തോണ്ടി ഇതൊരു രസമില്ല, കിട്ടുന്നില്ല. അങ്ങനാണ് എന്റെ മോയ്സ്ചറൈസർ ഇവിടെ തീർത്ത്. അന്ന് ഞാൻ പിന്നെ നിർത്തിയതാണ്. പിന്നെ കുറെ ആയപ്പോഴത്തേക്കും ഞാൻ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് പണി കിട്ടിയെന്നല്ല, ഒരു ഗുമ്മ് തോന്നാത്തപ്പോ ഞാൻ പിന്നെ എല്ലാം ഒന്നുകൂടെ പൊടിതട്ടി എടുക്കാന്ന് വിചാരിച്ചു. ഇനി ഇത് തീരുന്നതനുസരിച്ച് ചില്ല് ചെയ്തോണ്ടിരിക്കണം. എന്ത് കിട്ടേ ഭയങ്കര തണുപ്പ് ഇവിടെ. അതുണ്ട് സൺസ്ക്രീൻ. അപ്പൊ എനിക്കൊന്നും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാമോ? മറ്റേ MBS ആണ് ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് കയ്യിലിട്ട് നോക്കാം. കാരണം കയ്യിലൊക്കെ അത്യാവശ്യം നല്ല ടാനുണ്ട്. എന്നെക്കാളും ടാനുണ്ട് നമ്മുടെ. അതില് നല്ലപോലെ റിസൾട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് പറയാം. പക്ഷെ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഈ ഒരു 195 രൂപയ്ക്കാണ് എനിക്ക് 200 ml കിട്ടി. പർപ്പിളും ഉണ്ട്. അപ്പം മേടിച്ചു നോക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ, ഇത്രയാണ് നമ്മുടെ അതെ സ്കിൻ കെയർ. ഒരു ദിവസത്തെ സ്കിൻ കെയർ ആണ് നമ്മള് ഇത്രയും. അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണമല്ലോ. കമന്റ് ചെയ്യാനും കൂടെ പറ, വേണ്ടായോ എന്ന് കമന്റ് ചെയ്യണം. അപ്പം പിന്നെ കമന്റിനകത്ത് വേണ്ടെന്നായിരിക്കും. അതുകൊണ്ട് ഞാനൊക്കെ ഓപ്ഷനേ പറയുന്നില്ല. അപ്പം എന്തായാലും ഞാനിടുമ്പോ എന്റെ ഒരു മനസ്സിൽ നീ ഇടടി, ആര് ചോദിക്കണ അങ്ങനൊന്നും പറഞ്ഞുകൂടാ. ഞാൻ പിന്നെ ഏറെ കേട്ടിട്ട് വരും. അപ്പം ഇത്രയാണ് നമ്മുടെ സാധനം. അപ്പം എല്ലാരും മേടിച്ചു നോക്കാൻ നമ്മൾ ഓരോന്നിന്റെ ആയിട്ട് റിസൾട്ട് പറയുന്ന ലിങ്ക് പറ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഓക്കെ, ബയോയിലും കൂടെ. ബയോയിൽ ഇത്രയും കൊടുക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിതിന്റെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ലിങ്ക് അങ്ങോട്ട് ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നതിന്റെ പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ നമുക്ക് നോക്കാം. പക്ഷെ ഇടുന്നവരുണ്ട് അങ്ങനെ. ഞാൻ നോക്കാം അങ്ങനെയാണ് സംഭവം പറഞ്ഞിട്ട് ഇടാം. പിന്നെ ഇതിന്റെ ലിങ്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് ലിങ്ക് തരാം. പിന്നെ ഇതിന്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം. ഓക്കെ, ടാറ്റ.